നമസ്കാരം, എല്ലാവർക്കും എഡ്യൂഷൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത്. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷം നീറ്റിൻ്റെ ഫൈനൽ റിസൾട്ടും വന്നു. അതോടൊപ്പം തന്നെ ഇന്ന് MCCയുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ഡീംഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ളത് 15% ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ളതും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ്, അതായത് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് തുടങ്ങാൻ പോകുന്ന ഡേറ്റ് ഒരു നോട്ടിഫിക്കേഷനിലൂടെ MCC അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് MCCയുടെ നീറ്റ് UG 2024 കൗൺസിലിങ്ങിനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ എത്ര കോളേജുകൾ ഈ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര സീറ്റുകൾ ഈ കൗൺസിലിംഗിൽ അലോട്ട് ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിലൂടെ പരിശോധിക്കും. അപ്പോൾ MCCയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, അതായത് 2024 നീറ്റ് UG കൗൺസിലിംഗിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഓഗസ്റ്റ് 14 തീയതിയാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ MCC അതിലൊരു ക്ലോസും വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 14 മുതൽ 16 വരെ, അതായത് ഓഗസ്റ്റ് 14 തീയതിയോ 15 തീയതിയോ 16 തീയതിയോ MCCയുടെ ഈ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ കൗൺസിലിംഗിന്റെ രജിസ്ട്രേഷനും ഫീസ് പേയ്മെന്റുമായിട്ട് 21 തീയതി വൈകിട്ട് വരെ MCC സമയം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഫീസ് വരുന്നത് ഓൾ ഇന്ത്യ കോട്ട മാത്രമാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ കൂടിയ ഫീസിനുള്ള സീറ്റുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ 5000 രൂപയും, അതല്ല നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയും പ്രിഫർ ചെയ്യുന്നുണ്ട്, അതായത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഫീസുള്ള കോളേജുകളും പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ഇനീഷ്യൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ടോട്ടലായിട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റിയും നോക്കുന്നവർക്ക് 2,50,000 രൂപ ഈ അലോട്ട്മെന്റിന് ഫീസ് വരും. ഇതിൽ ഈ 2 ലക്ഷം രൂപ ടോട്ടലി റീഫണ്ടബിൾ ആണ്. നിങ്ങൾക്ക് ഒരു കോളേജിലും സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഈ 2 ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്നതാണ്. 2 ലക്ഷം രൂപ തിരിച്ച് കിട്ടാത്ത ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീറ്റിൽ അലോട്ടഡ് ആയിട്ട് അത് എടുക്കാതിരിക്കുന്നവർക്കുണ്ട്. അതായത് MCCയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അലോട്ട്മെന്റുകളിലും നമ്മൾ പേര് കൊടുത്ത് അവസാനം MCCയുടെ അലോട്ട്മെന്റിൽ മറ്റുള്ള കുട്ടികൾക്കുള്ള, നിങ്ങളെക്കാൾ കുറഞ്ഞ റാങ്കുകൾക്കുള്ള കുട്ടികൾക്കുള്ള അവസരം നഷ്ടപ്പെടുന്നതിന് MCC നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന പൈസയാണ് 2 ലക്ഷം രൂപ. സീറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചോയ്സുകളൊക്കെ ഫില്ല് ചെയ്ത് അതിൽ അലോട്ട് ചെയ്യുന്ന കോളേജുകളിൽ നമുക്ക് വേണ്ട കോളേജാണെന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കോ, അല്ലെങ്കിൽ വേണ്ടാത്ത കോളേജാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ വേണ്ട എന്ന് പറയുന്ന കുട്ടികൾക്കോ ഈ പറയുന്ന പൈസ പോകുന്നതല്ല. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വലിച്ചു വാരി ചോയ്സ് ഫില്ല് ചെയ്യരുത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിന് നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ്ങിനുള്ള ഡേറ്റ് MCC ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് 1ാം റൗണ്ടിന് 16 ഓഗസ്റ്റ് ആണ്. 16 ഓഗസ്റ്റ് മുതൽ 20 തീയതി വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. അതേപോലെ തന്നെ 21 22 തീയതിയാണ് നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയം. അതായത് നിങ്ങളെ കോളേജ് അലോട്ട് ചെയ്യാൻ എത്ര പേര് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ക്രോഡീകരിച്ചുകൊണ്ട് ഇത് അലോട്ട്മെന്റ് പ്രോസസ്സായി നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്ന സമയമാണ് 21 22 തീയതികൾ. ഓഗസ്റ്റ് 23 തീയതിയാണ് MCCയുടെ ഫസ്റ്റ് റൗണ്ടിന് അലോട്ട്മെന്റ് വരുമെന്ന് MCC പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 23 തീയതി എന്നുള്ളത് നമ്മളുടെ തുടങ്ങുന്ന ഡേറ്റിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാൻ 23 തീയതി അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് MCC പറയുന്ന ഡേറ്റ് 24 ഓഗസ്റ്റ് മുതൽ 29 ഓഗസ്റ്റ് വരെയാണ്. ഈ 24 ഓഗസ്റ്റ് മുതൽ 29 ഓഗസ്റ്റ് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒരു കോളേജിൽ നിശ്ചിത ഫീസ് എത്രയാണോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ആ ഫീസ് മുഴുവനായിട്ട് DD ആയിട്ടോ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ അടച്ച് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ജോയിൻ ചെയ്ത കാൻഡിഡേറ്റിനെ വെരിഫൈ ചെയ്തുകൊണ്ട് അഡ്മിഷൻ ഫൈനലൈസ് ചെയ്യുന്ന ഡേറ്റ് ആണ് ഓഗസ്റ്റ് 30 തീയതി. നമ്മളിപ്പോൾ പറഞ്ഞത് 1ാം റൗണ്ടിന്റെ കാര്യമാണ്. ഇതേപോലെ തന്നെ 2ാമത്തെ റൗണ്ട് ഉണ്ട്, 3ാമത്തെ റൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രേ വേക്കൻസി റൗണ്ട് ഉണ്ട്, അതായത് അവസാനത്തെ റൗണ്ട് കൂടെ ഉണ്ട്. ഈ റൗണ്ടിന്റെ വീഡിയോകൾ നമ്മൾ ഓരോ റൗണ്ട് തീരുമ്പോഴത്തേനും നമ്മൾ ഇടും. ഇപ്പൊ ഞാൻ ഡേറ്റ് മാത്രം ഒന്ന് പറഞ്ഞു പോവാം. നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ പറയുന്നത് 4 തീയതി സെപ്റ്റംബർ 4 തീയതിയാണ് ഈ പറയുന്ന 2ാമത്തെ റൗണ്ട് തുടങ്ങുന്നത്. അതേപോലെ തന്നെ സെപ്റ്റംബർ 25 തീയതിയാണ് 3ാമത്തെ റൗണ്ട് തുടങ്ങുന്നത്. അതായത് 20 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന റൗണ്ടുകളാണ് എല്ലാ അലോട്ട്മെന്റിനും വരുന്നത്. എല്ലാ റൗണ്ട് ഓഫ് അലോട്ട്മെന്റിനും വരുന്നത് 20 ദിവസം നീണ്ടു നിൽക്കുന്ന അലോട്ട്മെന്റുകളാണ്. അതേപോലെ തന്നെ സ്ട്രേ വേക്കൻസി MCC പറയുന്നത് 16 ഒക്ടോബർ ആണ്. അപ്പം നമുക്ക് ഏകദേശം ഇതിലൊരു കൺക്ലൂഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 30 തീയതി വരെ ഈ അലോട്ട്മെന്റുകൾ നീണ്ടു നിൽക്കും. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MCCയുടെ അലോട്ട്മെന്റ് ഷെഡ്യൂൾ പ്രകാരമാണ് ബാക്കിയുള്ള സ്റ്റേറ്റുകളുടെ അലോട്ട്മെന്റും പോവുക. അതായത് കേരളം, തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് MCCയുടെ അലോട്ട്മെന്റ് ഡേറ്റിന്റെ ഏകദേശം അതേ ഷെഡ്യൂളിലാണ് വരിക. അത് ഒക്ടോബർ 30 അവസാനിക്കണം എന്നാണ് ഇപ്പൊ MCC പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ ഡേറ്റ് ചിലപ്പോൾ ഇങ്ങോട്ട് നീളത്തില്ല, മുന്നോട്ടാകത്തില്ല, പക്ഷെ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അലോട്ട്മെന്റുകളുടെ ഡേറ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞു.
ഇനി ഇതിൽ രജിസ്ട്രേഷൻ ആണ്. ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഒരിക്കൽ കൊടുത്ത ഓപ്ഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ പറ്റണമെന്നില്ല പല ഓപ്ഷനുകളും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷനെ പറ്റിയും കൗൺസിലിനെ പറ്റിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്, ഹോളിഡേയ്സ് അടക്കമുള്ള എല്ലാ ദിവസങ്ങളിലും വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് വൈകുന്നേരം 6 മണിക്ക് മുൻപുള്ള രാവിലെ 9 മണിക്ക് ശേഷമുള്ള ഏത് സമയത്ത് വേണമെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ചില അലോട്ട്മെന്റുകളൊക്കെ ഈ പറഞ്ഞ പോലെ രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും ക്ലോസിംഗ് ടൈം വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ, അങ്ങനെയുള്ള സ്പെഷ്യൽ ദിവസങ്ങളിൽ രാത്രി 12 മണി വരെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന കോളേജുകളെ പറ്റിയും അവിടെ എത്ര സീറ്റുകളുണ്ട്, ടോട്ടൽ എത്ര സീറ്റ് ഈ അലോട്ട്മെന്റിൽ ഉണ്ട് എന്ന് നോക്കാം. അതിൽ ഫീസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഓരോ കോട്ടയിൽ സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഫീസ് വരും എന്നുള്ളത് നോക്കാം. ഇന്ത്യയിൽ ടോട്ടൽ 706 മെഡിക്കൽ കോളേജിലായിട്ട് നമുക്ക് 1,09,170 സീറ്റാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ഉള്ളത്. ഇതിൽ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടിയിട്ട് 1,09,170 സീറ്റുകളിൽ 16,375 സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഈ കൗൺസിലിംഗ് ഇന്ത്യയിൽ ആകമാനമുള്ള 52 ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ 10,000-ഓളം മെഡിക്കൽ സീറ്റുകളിലേക്കും ബാധകമാണ്. പിന്നെ ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജുകളായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിലെ എല്ലാ സീറ്റുകളിലേക്കും MCC ത്രൂ ആണ് അലോട്ട്മെന്റ് നടക്കുന്നത്. ഇന്ത്യയിൽ ടോട്ടൽ ഇന്ന് വരെ ഉള്ളത് 20 എയിംസ് ആണ്. ഈ 20 എയിംസിലായിട്ട് 2044 സീറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി പുതിയ 4 എയിംസ് കാശ്മീരും എയിംസ് മണിപ്പൂരും അടക്കം പുതിയ 4 എയിംസ് ഈ വർഷം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 4 എയിംസ് വന്നാൽ 400 സീറ്റുകളാണ് ഇതിൽ ആഡ് ആവാൻ പോകുന്നത്. ഇനി MCC ത്രൂ സീറ്റ് അലോട്ട്മെന്റ് നടക്കുന്ന ഇന്ത്യയിലെ ദേശീയ പ്രാധാന്യമുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഈ ജിപ്മറിൽ നമുക്ക് 300 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ജിപ്മർ ഉള്ളത് നമ്മുടെ അയൽ സംസ്ഥാനമായ പുതുച്ചേരിയിലാണ്. പുതുച്ചേരിയിൽ ജിപ്മർ പോണ്ടിച്ചേരി ക്യാമ്പസിൽ 200 സീറ്റും ജിപ്മർ കാരക്കൽ ക്യാമ്പസിൽ 100 സീറ്റുമാണുള്ളത്. അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ AB വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി, ജാമിയ മിലിയ ഇസ്ലാമിയ, ESIC പോലെയുള്ള മെഡിക്കൽ കോളേജുകളിൽ ഓൾമോസ്റ്റ് 1500-ഓളം സീറ്റുകളിൽ അലോട്ട്മെന്റ് നടക്കുന്നതും MCC ത്രൂ ആണ്. അപ്പോൾ ആകെ മൊത്തം 28,500-ഓളം സീറ്റുകളിലേക്കാണ് MCC ത്രൂ അലോട്ട്മെന്റ് നടക്കുന്നത്. ഇനി ഈ കോളേജുകളിലൊക്കെ വാർഷിക ഫീസിനെ പറ്റി ഒരു ഏകദേശ ധാരണയായാലോ. ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് 1,600 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഫീസ് ഉള്ളത്. അതായത് ഈ 15% സീറ്റിൽ അലോട്ട് ആവുന്ന കുട്ടികൾക്ക് 1,600 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ റേഞ്ചുള്ള ഫീസാണുള്ളത്. അതേപോലെ തന്നെ എയിംസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഏകദേശം ഇതേ ഫീസ് തന്നെയാണ് വരുന്നത്, 1,600 മുതൽ 2 ലക്ഷം രൂപ വരെ. SC ST കാറ്റഗറിക്ക് പല കോളേജുകളിലും ഫീസ് ഇല്ല. ഇനി നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലോട്ട് പോവാം. ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിലും അതേപോലെ തന്നെ സെമി മെറിറ്റിലൊന്നും കിട്ടാത്തവർക്ക് ആദ്യം ഓടി ചെല്ലുന്നതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി. ഇപ്പൊ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്കുള്ളവർക്കൊക്കെ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടും. ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് റേഞ്ച്, അതായത് ഇന്ത്യയിൽ ടോട്ടൽ 52 ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണ് ഉള്ളത്. കേരളത്തിൽ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി, അതായത് അമൃത മാത്രമാണ് കേരളത്തിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ ഈ 52 ഡീംഡ് യൂണിവേഴ്സിറ്റി ഏറ്റവും കുറവ് ഫീസ് വരുന്നത് 10 ലക്ഷം രൂപ, ഏറ്റവും കൂടുതൽ ഫീസ് വരുന്നത് 25,35,000 രൂപയാണ്. ഈ 10 ലക്ഷം രൂപ ഫീസ് വരുന്ന കോളേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെൺകുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോളേജാണ്. അതായത് പൂനെയിലുള്ള സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതായത് സിംബയോസിസ് മെഡിക്കൽ കോളേജ് പൂനെ. സിംബയോസിസ് മെഡിക്കൽ കോളേജിലാണ് 10 ലക്ഷം രൂപ ഫീസ് വരുന്നത് പ്രതിവർഷം. ബാക്കിയുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും ഈ പറയുന്ന 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഫീസ്. നമ്മളുടെ ഈ റീജിയനിൽ, അതായത് കേരള, തമിഴ്നാട്, കർണാടക റീജിയനിൽ ഏറ്റവും കുറവ് ഫീസ് വരുന്നത് കർണാടകയിലുള്ള ദേവരാജ് URS മെഡിക്കൽ കോളേജിലാണ്. 17 ലക്ഷം രൂപ പെർ ഇയർ ആണ് അവിടെ ഫീസ് വരുന്നത്. അതേപോലെ തന്നെ കർണാടകയിലുള്ള സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ്, JJM മെഡിക്കൽ കോളേജ് ദാവങ്കര, ഇവിടേക്ക് ഓൾമോസ്റ്റ് ഈ പറയുന്ന 17 ലക്ഷം രൂപ ഫീസ് തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ റീജിയനിലുള്ള ഏറ്റവും കുറവ് ഫീസ്. നമ്മളുടെ റീജിയനിലുള്ള ഏറ്റവും കൂടുതൽ ഫീസ് എവിടെയെന്ന് അറിയട്ടെ? നമ്മളുടെ റീജിയനിലുള്ള ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്നത് നമ്മുടെ കേരളത്തിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അവിടെ 25 ലക്ഷം രൂപയാണ് ഫീസ്. അതേ ഫീസ് തന്നെയാണ് SRM മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ഗീതം മെഡിക്കൽ കോളേജ് ആന്ധ്രാപ്രദേശ്, ഇവിടെയൊക്കെ വരുന്നത്. ഓക്കെ, 25 ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അപ്രോക്സിമേറ്റ്ലി 25,35,000 രൂപയാണ് ഗീതം മെഡിക്കൽ കോളേജിൽ വരുന്നത്. 25 ലക്ഷം രൂപയാണ് ഏറ്റവും കൂടുതൽ ഫീസ് ഇന്ത്യയിൽ
ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വരുന്നത്. അതുള്ളത് നമ്മുടെ കേരളത്തിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് MCC നീറ്റ് UG 2024 അലോട്ട്മെന്റിനെ പറ്റിയുള്ള ഏകദേശ ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങളുടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് MCC ആകട്ടെ മറ്റ് സംസ്ഥാനങ്ങളുടെ അലോട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂഷനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതുമാണ്. ഓഫീസ് അവേഴ്സിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് ഗൈഡൻസ് തരാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ആ ഗ്രൂപ്പിലും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നീറ്റിൽ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാർക്കിനനുസരിച്ച് ഏത് കോളേജിൽ കിട്ടും. ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏത് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. അല്ലെങ്കിൽ ചില ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഫീസ് സ്ട്രക്ചറിനേക്കാൾ ഫീസ് കുറവിന് ചില സമയത്ത് അഡ്മിഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, അതിൽ എങ്ങനെ അഡ്മിഷൻ ലഭിക്കാം എന്നുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഞങ്ങൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി വരുന്ന ഓരോ അപ്ഡേറ്റിനും അല്ലെങ്കിൽ MCCയുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ രജിസ്ട്രേഷൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ വീഡിയോസും ഞങ്ങളുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ, അതായത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾ എല്ലാത്തിനും അപ്ഡേറ്റ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്